ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. ട്രെയിൻ യാത്രാ നിരക്ക് കുത്തനെ കൂട്ടി കേന്ദ്ര സർക്കാർ. ദേശീയ കായിക നയത്തിന് അംഗീകാരം. ഉദ്യോഗസ്ഥർക്ക് സമയബന്ധിതമായി തീരുമാനമെടുക്കാൻ കഴിയണം. മുഖ്യമന്ത്രി. കേരളത്തിൽ നെഗറ്റീവായ കാര്യങ്ങൾ ബോധപൂർവം ഉണ്ടാക്കാൻ ശ്രമം നടക്കുന്നു. മുഖ്യമന്ത്രി. വിസ്മയ മോഹൻലാൽ നായികയാകുന്നു. തുടക്കം. പോസ്റ്റർ പങ്കുവെച്ച് മോഹൻലാൽ. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. കണ്ണൂരിന്റെ വികസന വിഷയങ്ങളിൽ സമഗ്ര ചർച്ച. ജില്ലകളിൽ പുരോഗമിക്കുന്ന വികസന ക്ഷേമ പദ്ധതികളും പുതിയ നിർദ്ദേശങ്ങളും ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ മുഖ്യമന്ത്രിയുടെ മുമ്പാകെ അവതരിപ്പിച്ചു. ഉപയോഗമില്ലാത്ത ഫൈബർ ബോട്ടുകൾ, വലകൾ തുടങ്ങിയവ സംസ്കരിക്കുന്നതിനായി നിലവിൽ സംവിധാനമില്ലാത്തത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായി കളക്ടർ അറിയിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പും ഫിഷറീസ് വകുപ്പും ക്ലീൻ കേരള കമ്പനിയും മുൻകൈയെടുത്ത് ഇവ സംസ്കരിക്കുന്നതിന് കൃത്യമായ മാർഗരേഖ തയ്യാറാക്കും. പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട കരട് മാർഗരേഖ തയ്യാറാക്കുന്നതിന് ശുചിത്വ മിഷനോട് ആവശ്യപ്പെട്ടിട്ടുള്ളതായി തദ്ദേശ സ്വയംഭരണ വകുപ്പും ഡെപ്യൂട്ടി സെക്രട്ടറി അറിയിച്ചു. കരട് മാർഗരേഖ പരിശോധിച്ച് ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ഫിഷറീസ് ഡയറക്ടർ അറിയിച്ചു. സംസ്ഥാനത്തെ മറ്റു ജില്ലകളെയും ബാധിക്കുന്ന പ്രശ്നമായതിനാൽ ബോട്ടുകൾ, വലകൾ തുടങ്ങിയവ സംസ്കരിക്കുന്നതിനായി ഏതെങ്കിലും ഒരിടത്ത് സ്ഥലം കണ്ടെത്താൻ ചീഫ് സെക്രട്ടറി നിർദ്ദേശിച്ചു. ഇതിന് ധനവകുപ്പിന്റെ ഇടപെടൽ ഉണ്ടാകണമെന്നും ചീഫ് സെക്രട്ടറി നിർദ്ദേശിച്ചു. ഉദ്യോഗസ്ഥർക്ക് സമയബന്ധിതമായി തീരുമാനമെടുക്കാൻ കഴിയണം. മുഖ്യമന്ത്രി. ഏത് കാര്യത്തിലും സമയബന്ധിതമായി തീരുമാനമെടുക്കാൻ വേണ്ടി കഴിയണം എന്നതാണ് ഉദ്യോഗസ്ഥർ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്ത് കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, വയനാട് ജില്ലകളുടെ മേഖലാതല അവലോകന യോഗത്തിൽ സമാപനം കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ തലത്തിൽ എടുക്കാൻ കഴിയുന്ന തീരുമാനം മറ്റേതെങ്കിലും തലത്തിലേക്ക് തട്ടിവിടൽ സാധാരണ രീതിയിലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തീരുമാനം അതത് തലത്തിൽ എടുത്ത് പോകണം. ആ തീരുമാനം സർക്കാരിന് വേണ്ടിയുള്ളതാണ്. നിലവിലുള്ള നിയമവും ചട്ടവും പ്രകാരം എടുക്കുന്ന തീരുമാനമാണ്. അത്തരം തീരുമാനം എടുക്കുന്നതിന് കൃത്യമായ പരിരക്ഷയും സർക്കാരിൽ നിന്നുണ്ടാകും. 900ഓളം സേവനങ്ങളാണ് ഓൺലൈനാക്കിയത്. നല്ല വേഗത ഇതിലുണ്ടാക്കിയിട്ടുണ്ട്. താലൂക്ക് തല അദാലത്തിൽ പല കാര്യങ്ങളിലും തീരുമാനം ഉണ്ടായിട്ടുണ്ട്. വിവിധ തലത്തിൽ ജനങ്ങളുമായുള്ള സംവാദനം നാം നടത്തി. നവകേരള സദസ്സ് അതിന്റെ ഭാഗമായിരുന്നു. 4ാം വാർഷികത്തിന്റെ ഭാഗമായി മന്ത്രിമാരെല്ലാം പങ്കെടുത്ത ചർച്ചയും പ്രഭാത യോഗവും നടന്നു. നല്ല ഫലം ചെയ്ത കാര്യമാണത്. വേഗതയിൽ കാര്യങ്ങൾ നിർവഹിക്കുക. തെറ്റായ രീതിയിൽ ചിത്രീകരിക്കപ്പെടാം. ആ ചിത്രീകരണം വന്നോട്ടെ. പക്ഷേ നല്ല ദിശാബോധത്തോടെയാണ് നാം നീങ്ങുന്നത്. ഓരോ മേഖലയിലും കാര്യങ്ങൾ നിർവഹിക്കുന്നതിലൂടെ അതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞു. നാടിന്റെ പൊതുവായ കാര്യങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് തീരുമാനങ്ങൾ എടുത്തു പോവാൻ ശ്രദ്ധിക്കണം. ചുമതലകൾ കൃത്യമായി നിർവഹിക്കാൻ സാധിക്കണം. നമ്മളിലൂടെ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യതയോടെ, ഒരു തെറ്റായ രീതിയിലും നീങ്ങാതെ സംശുദ്ധമായ രീതിയിൽ നിർവഹിക്കാനാകണം. മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൽ നെഗറ്റീവായ കാര്യങ്ങൾ ബോധപൂർവം ഉണ്ടാക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സാധാരണ നിലയ്ക്ക് നല്ല പ്രവർത്തനം നടക്കുന്ന, ആരും അംഗീകരിക്കുന്ന ചില മേഖലകൾ ഉണ്ട്. അടുത്ത കാലത്തെ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എങ്ങനെയാണ് ആ കാര്യങ്ങളെ മാറ്റിമറിക്കാൻ ശ്രമിക്കുകയെന്ന്. നല്ലത് അതേ നിലയ്ക്ക് നിൽക്കാൻ പാടില്ലെന്ന് സമൂഹത്തിൽ ചിലർക്ക് താല്പര്യമുണ്ട്. നിർഭാഗ്യവശാൽ വാർത്തകൾ കൊടുക്കേണ്ട മാധ്യമങ്ങളാണ് അപ്പോൾ അതിന് മുൻകൈ എടുക്കുന്നത്. മാധ്യമങ്ങൾക്ക് ന്യൂസ് അവതരിപ്പിക്കാനല്ല, അവരുടേതായ ന്യൂസ് അവതരിപ്പിക്കാനാണ് താല്പര്യം. കേരളത്തിനകത്തും പുറത്തും പരക്കെ അംഗീകാരമുള്ളതാണ് നമ്മുടെ ആരോഗ്യ സംവിധാനം. നമ്മുടെ ആരോഗ്യ മേഖല നല്ല നിലയിൽ മെച്ചപ്പെട്ടു നിൽക്കുന്നതാണ്. അത് നേരത്തെയുള്ളതുമായി താരതമ്യപ്പെടുത്തിയാൽ നല്ല നിലയ്ക്ക് അഭിവൃദ്ധിപ്പെട്ടു വന്നിട്ടുണ്ട്. ആ അഭിവൃദ്ധി യാദൃശ്ചികമായി ഉണ്ടായതല്ല, ബോധപൂർവമായ ഇടപെടലിന്റെ ഭാഗമായി തന്നെയാണ്. അതിന്റെ ഭാഗമായി ആരോഗ്യ മേഖലയ്ക്കുള്ള ബജറ്റ് വിഹിതവും നല്ല തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ കാണാൻ കഴിയുന്നത് ഈ ആരോഗ്യ മേഖലയെ എങ്ങനെ തെറ്റായി ചിത്രീകരിക്കാൻ പറ്റും എന്ന ശ്രമമാണ്. ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ DGP ദേവാഡ ചന്ദ്രശേഖർ പങ്കെടുത്ത് പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗവും നടന്നു. പെട്ടിപ്പാലം, പുന്നോൽ, മാക്കൂട്ടം പ്രദേശങ്ങളിൽ കടൽക്ഷോഭം മൂലം വീടുകളിൽ വെള്ളം കയറുന്നത് തടയാൻ ഈ പ്രദേശങ്ങളിലെ പ്രവൃത്തികൾ തലശ്ശേരിയിലെ ഹോട്ട്സ്പോട്ട് ഏരിയയിൽ ഉൾപ്പെടുത്തി
ADB സ്കീമിൽ ഫണ്ട് ലഭ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാമെന്ന് ജലവിഭവ വകുപ്പ് സെക്രട്ടറി അറിയിച്ചു. കണ്ണൂർ സ്പോർട്സ് സ്കൂൾ വികസനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കണ്ണൂർ ടൗൺ സ്പോർട്സ് സ്കൂളിൽ തിരുവനന്തപുരം GV രാജ സ്പോർട്സ് സ്കൂളിനൊപ്പമുള്ള വികസനമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് കായിക വകുപ്പ് സെക്രട്ടറി പറഞ്ഞു. അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെയുള്ളവ നടപ്പാക്കുമെന്നും സെക്രട്ടറി പറഞ്ഞു. പട്ടികജാതി വികസന വകുപ്പിന് കീഴിലുള്ള പെരിങ്ങോ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ ഭൗതിക സൗകര്യം ഉപയോഗപ്പെടുത്തി പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് ഉപയോഗപ്രദമായ നൂതന പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് പട്ടികജാതി വികസന വകുപ്പ് ഡയറക്ടർ തയ്യാറാക്കുന്ന റിപ്പോർട്ട് ലഭ്യമാകുന്ന മുറയ്ക്ക് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് വകുപ്പ് സെക്രട്ടറി അറിയിച്ചു. ആറളം ഫാം തൊഴിലാളികൾക്കുള്ള 11 കോടി ശമ്പള കുടിശ്ശിക സംബന്ധിച്ച് ധനകാര്യ വകുപ്പ് പരിശോധിച്ചു വരുന്നതായി പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് അറിയിച്ചു. പെരിയാരം കണ്ണൂർ മെഡിക്കൽ കോളേജിൽ ട്രോമ കെയർ ഉൾപ്പെടെയുള്ള നിർമ്മാണത്തിനുള്ള പദ്ധതി ഫയൽ ധനകാര്യ വകുപ്പിന്റെ പരിഗണനയിലാണെന്നും അനുമതി ലഭിച്ചാലുടൻ പ്രവൃത്തി ആരംഭിക്കാനാകുമെന്നും സെക്രട്ടറി അറിയിച്ചു. കണ്ണൂർ മെഡിക്കൽ കോളേജിന്റെ സമഗ്ര വികസനത്തിനായി കിഫ്ബി ധനസഹായത്തോടെ ചെയ്തിരുന്ന പ്രവൃത്തികളിൽ ട്രോമ കെയർ നിർമ്മാണത്തിനുള്ള ആർക്കിടെക്ചറൽ ഡ്രോയിംഗ് പുതുക്കി സാമ്പത്തിക അനുമതിക്കായി കിഫ്ബിയിൽ നൽകുന്നതിനുള്ള നടപടികൾ പൂർത്തിയായി വരുന്നതായി ആരോഗ്യ വകുപ്പ് സെക്രട്ടറി അറിയിച്ചു. മന്ത്രിമാരായ രാമചന്ദ്രൻ കടന്നപ്പള്ളി, കെ കൃഷ്ണൻകുട്ടി, MB രാജേഷ്, PM മുഹമ്മദ് റിയാസ്, OR കേളു, അഡീഷണൽ ചീഫ് സെക്രട്ടറിമാർ, പ്രിൻസിപ്പൽ സെക്രട്ടറിമാർ, വിവിധ വകുപ്പ് സെക്രട്ടറിമാർ, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ കലക്ടർമാർ, ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ട്രെയിൻ യാത്രാ നിരക്ക് കുത്തനെ കൂട്ടി കേന്ദ്ര സർക്കാർ. നിരക്ക് വർധന ഇന്നു മുതൽ പ്രാബല്യത്തിൽ. മെയിൻ, എക്സ്പ്രസ്, സ്ലീപ്പർ ക്ലാസ്, ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ് ടിക്കറ്റിന് കിലോമീറ്ററിന് 1 പൈസയും AC ചെയർ കാർ, AC 3 ടയർ, ഇക്കണോമിക് ക്ലാസ്, AC 2 ടയർ, AC ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റുകൾക്ക് കിലോമീറ്ററിന് 2 പൈസയുമാണ് കൂട്ടിയത്. 501 മുതൽ 1500 കിലോമീറ്റർ വരെ 5 രൂപയും 1501 മുതൽ 2500 വരെ 10 രൂപയും 2501 മുതൽ 3000 കിലോമീറ്റർ വരെ 15 രൂപയും എടുക്കുന്ന ടിക്കറ്റിൽ 1 പൈസയാണ് വർധനയെങ്കിലും നിരക്ക് റൗണ്ട് ചെയ്ത് കണക്കാക്കുമ്പോൾ 10 രൂപ വരെ വർധനയുണ്ടാവും. സബർബൻ, നോൺ സബർബൻ ടിക്കറ്റിനും സീസൺ ടിക്കറ്റിനും പാസഞ്ചർ ഓർഡിനറി ട്രെയിനിന് 500 കിലോമീറ്റർ വരെയും നിരക്കിൽ മാറ്റമില്ല. നേരത്തെ റിസർവ് ചെയ്ത ടിക്കറ്റുകൾക്ക് വർധന ബാധകമല്ല. തത്കാൽ എടുക്കാൻ ആധാർ അധിഷ്ഠിത OTP തത്കാൽ ടിക്കറ്റ് എടുക്കാൻ ചൊവ്വ മുതൽ ആധാർ അധിഷ്ഠിത OTP നമ്പർ. ഓൺലൈൻ കൗണ്ടർ ടിക്കറ്റുകൾക്ക് 15 മുതൽ ഇത് നിർബന്ധം. ഒന്നിലധികം ടിക്കറ്റ് എടുക്കുമ്പോൾ ഒരാളുടെ മൊബൈൽ നമ്പറുമായി ബന്ധിപ്പിച്ച ആധാർ നമ്പർ നൽകേണ്ടി വരും. ഏജന്റുമാർക്ക് AC തത്കാൽ ടിക്കറ്റ് രാവിലെ 10:30 മുതൽ സ്ലീപ്പർ ടിക്കറ്റ് പകൽ 11:30 മുതലും മാത്രമേ എടുക്കാനാകൂ. റെയിൽവേ യാത്രാ നിരക്ക് വർധന ഇന്നു മുതൽ. മോഹൻലാലിന്റെ മകൾ വിസ്മയ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നു. ആശീർവാദ് സിനിമാസിന്റെ 37ാം സിനിമയിലാണ് വിസ്മയ മോഹൻലാലിന്റെ അരങ്ങേറ്റം. ജൂഡ് ആന്റണിയുടെ സിനിമയുടെ സംവിധായകൻ. ചിത്രത്തിന്റെ കഥയും തിരക്കഥയും ജൂഡിന്റേതാണ്. ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ മോഹൻലാൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടു. പ്രണവ് മോഹൻലാലിന് പിന്നാലെ വിസ്മയയും സിനിമയിൽ എത്തുന്നതോടെ താരത്തിന്റെ അടുത്ത തലമുറയും സിനിമയിൽ സജീവമാവുകയാണ്. 2018 എന്ന സിനിമയ്ക്ക് ശേഷം ജൂഡ് ആന്റണി ഒരുക്കുന്ന സിനിമയാണിത്. നേരത്തെ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത ബറോസ് എന്ന സിനിമയിൽ വിസ്മയ അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ചിട്ടുണ്ട്. എഴുത്തുകാരി കൂടിയായ വിസ്മയ ഗ്രെയിൻസ് ഓഫ് സ്റ്റാർഡസ്റ്റ് എന്ന കവിതാ സമാഹാരം എഴുതിയിട്ടുണ്ട്. വിസ്മയ എഴുതിയ കവിതകളുടെയും വരച്ച ചിത്രങ്ങളുടെയും സമാഹാരമാണ് ഗ്രെയിൻസ് ഓഫ് സ്റ്റാർഡസ്റ്റ്. പുതിയ ദേശീയ കായിക നയത്തിന് അംഗീകാരം നൽകി കേന്ദ്ര മന്ത്രിസഭ. നിലവിലുള്ള 2001 ദേശീയ കായിക നയം പൂർണ്ണമായും പരിഷ്കരിച്ചതാണ് പുതിയ നയമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. 2036 ഒളിമ്പിക് ഗെയിംസിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കാനിരിക്കെയാണ്. ഇതിനു മുന്നോടിയായി വിവിധ തലങ്ങളിൽ ചർച്ചകൾക്കും അഭിപ്രായ സ്വരൂപണത്തിനും ശേഷമാണ് പരിഷ്കരണം. വിവിധ കേന്ദ്ര മന്ത്രാലയങ്ങൾ, നീതി ആയോഗ്, സംസ്ഥാന സർക്കാരുകൾ, ദേശീയ കായിക ഫെഡറേഷനുകൾ, അത്ലറ്റുകൾ, ഡൊമൈൻ വിദഗ്ധർ, പൊതുപങ്കാളികൾ എന്നിവരടങ്ങുന്ന മേഖലകളിൽ നിന്നും അഭിപ്രായ സ്വരൂപണം നടത്തിയതായി മന്ത്രി പറഞ്ഞു. വീടും നാടും ഭരിക്കാനാകുമെന്ന് സ്ത്രീകൾ തെളിയിച്ചു. അഡ്വക്കേറ്റ് P സതീദേവി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 50% വനിതാ സംവരണം നടപ്പിലാക്കിയപ്പോൾ അടുക്കള തകരുമെന്ന മുറവിളി കൂട്ടിയവർക്ക് മുന്നിൽ വീടും നാടും ഭരിക്കാനാവുമെന്ന് സ്ത്രീകൾ തെളിയിച്ചതായി വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P സതീദേവി പറഞ്ഞു. ഇരിട്ടി മാടത്തിൽ മൗണ്ട്
ഫോർട്ടിൽ വനിതാ കമ്മീഷൻ സംഘടിപ്പിച്ച സംസ്ഥാന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പി സതീദേവി. വനിതാ സംവരണം നിയമപ്രാബല്യത്തിൽ വന്നപ്പോൾ മികവുറ്റ ഭരണാധികാരികളായി സ്ത്രീകൾ മാറി. പാർലമെന്റിൽ മുന്നിലൊന്ന് വനിതാ സംവരണം ഇനിയും നടപ്പായിട്ടില്ല. 50% സംവരണത്തിന് സ്ത്രീകൾ അർഹരാണെന്ന് ഭരണഘടന വ്യക്തമാക്കുന്നുണ്ടെങ്കിലും ജനസംഖ്യയിൽ പകുതിയിലധികം വരുന്ന സ്ത്രീകൾ സംവരണത്തിനായി ഭരണാധികാരികൾക്ക് മുന്നിൽ യാചിക്കേണ്ട സാഹചര്യമാണുള്ളത്. ഇത് മറികടക്കുന്നതിന് സമൂഹത്തിന്റെ പൊതുബോധ മണ്ഡലത്തിൽ തുടർച്ചയായ ഇടപെടലുകൾ ആവശ്യമാണ്. ലിംഗനീതി വീട്ടുകളിൽ നിന്നും ആരംഭിക്കണം. കുട്ടികളിൽ ലിംഗനീതിയുടെ കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട്. അതിനനുസൃതമായ നടപടികളുമായി വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ടു പോകുമ്പോൾ എതിർക്കുന്നവരുടെ വികലവും അപകടവുമായ ചിന്തകളെ മറികടക്കുന്നതിന് സമൂഹം മുന്നോട്ട് വരുമെന്നും അഡ്വക്കേറ്റ് പി സതീദേവി പറഞ്ഞു. ഇരിട്ടി മൈത്രി കലാകേന്ദ്രവുമായി സഹകരിച്ച് നടത്തിയ സെമിനാറിൽ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായിഷ അധ്യക്ഷയായി. കേരളത്തിലെ വനിതാ മുന്നേറ്റം, സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനങ്ങളുടെ പങ്ക് എന്ന വിഷയത്തിൽ ഡോക്ടർ വി.പി. മുസ്തഫ, സൈബറും ലഹരിയും എന്ന വിഷയത്തിൽ നിതിൻ നങ്ങോത്ത് എന്നിവർ ക്ലാസ് എടുത്തു. കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ അംഗം പി റോസ വിശിഷ്ട സാന്നിധ്യമായി. പായം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് കുമാർ, ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ.എൻ. പത്മാവതി, പായം ഗ്രാമപഞ്ചായത്ത് അംഗം പി സാജിദ്, വനിതാ കമ്മീഷൻ PROS സന്തോഷ്, മൈത്രി കലാകേന്ദ്രം മൈത്രി സെക്രട്ടറി വി.പി. മധു മാസ്റ്റർ, പ്രസിഡന്റ് പി.പി. അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. പദ്ധതികൾക്ക് ദിശാബോധം പകർന്ന് മേഖലാതല അവലോകന യോഗം. വികസന പദ്ധതികൾക്ക് വേഗവും ദിശാബോധവും പകർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മന്ത്രിമാരുടെയും നേതൃത്വത്തിലുള്ള കണ്ണൂർ മേഖല അവലോകന യോഗം. 4 ജില്ലകളിലെ വിവിധ പദ്ധതികളുടെ പ്രശ്നങ്ങൾ കളക്ടർമാർ മുഖ്യമന്ത്രിയുടെ മുമ്പാകെ അവതരിപ്പിച്ചു. ഓരോ വിഷയത്തിലും മുഖ്യമന്ത്രി ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹാരം നിർദ്ദേശിക്കുകയും പുതിയ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. തുടർന്ന് സർക്കാരിന്റെ മുൻഗണനാ പദ്ധതികളുടെ അവലോകനവും മുഖ്യമന്ത്രി നടത്തി. ഏത് കീറാമുട്ടി പ്രശ്നവും പരിഹരിക്കുന്നതിന് വകുപ്പുകളുടെ ഏകോപനവും ചർച്ചയിലൂടെ സാധിക്കുമെന്ന് ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് മേഖല ആമുഖമായി പറഞ്ഞു. കൂടുതൽ വേഗത്തിലും കൂടുതൽ മികവോടെയും വികസനം ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുള്ള ഇടപെടലും നിർദ്ദേശവുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗം മുന്നോട്ട് വെച്ചത്. ഇ-സൈക്കിൾ കാർബൺ ന്യൂട്രൽ കേരളത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പ് മന്ത്രി MP രാജേഷ്. ഇ-സൈക്കിൾ കാർബൺ ന്യൂട്രൽ കേരളത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ ഊർജ വകുപ്പുകളും കേന്ദ്ര ഗ്രാമ വികസന മന്ത്രാലയവും സംയുക്തമായി ജില്ലയിൽ വിതരണം ചെയ്യുന്ന ഇലക്ട്രിക് സൈക്കിളുകളുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ പദ്ധതിയിലൂടെ സ്ത്രീകളുടെ ജീവിത നിലവാരത്തിൽ കൂടുതൽ പുരോഗതി ഉണ്ടാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്തെ മികച്ച ADS ആയി തെരഞ്ഞെടുക്കപ്പെട്ട മാട്ടറ ADSനും മികച്ച ബഡ്സ് സ്കൂളായി തെരഞ്ഞെടുത്ത പഴശ്ശിരാജ ബഡ്സ് സ്കൂളിനുമുള്ള അവാർഡ് വിതരണവും മന്ത്രി നിർവഹിച്ചു. രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു പുരാരേഖാ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷനായി. ഏത് മാറ്റവും വേഗത്തിൽ ഉൾക്കൊള്ളുന്ന സംസ്ഥാനമാണ് കേരളമെന്നും ഇ-സൈക്കിളും അത്തരമൊരു പദ്ധതിയാകുമെന്നും അദ്ദേഹം പറഞ്ഞു. 2050 കാർബൺ ന്യൂട്രൽ കേരളം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കുടുംബശ്രീ അംഗങ്ങൾക്ക് ഇ-സൈക്കിൾ വിതരണം ചെയ്തത്. കുടുംബശ്രീ അംഗങ്ങളായ വനിതകളുടെ കാര്യശേഷി, സംരംഭകത്വ വികസനം, യാത്രാ ചെലവ് കുറയ്ക്കൽ, മറ്റു വരുമാന വർധനവ് എന്നിവയും പദ്ധതി ലക്ഷ്യമിടുന്നു. കണ്ണൂർ ജില്ലയിലെ 71 ഗ്രാമീണ CDSകളിൽ 350 വനിതകൾക്കാണ് ഇ-സൈക്കിളുകൾ നൽകുന്നത്. കാർബൺ ന്യൂട്രൽ കേരളം പദ്ധതിയുടെ ആദ്യഘട്ടമായി കണ്ണൂർ, പാലക്കാട് ജില്ലകളിലാണ് കുടുംബശ്രീ അംഗങ്ങൾക്കും ഇ-സൈക്കിളുകൾ നൽകുന്നത്. 40,000 രൂപ വിലമതിക്കുന്ന ഇ-സൈക്കിൾ 3,000 ഗുണഭോക്തൃ വിഹിതം വാങ്ങിക്കൊണ്ടാണ് കുടുംബശ്രീ പ്രവർത്തകർക്ക് നൽകുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി TV അനുപമ എന്നിവർ വിശിഷ്ടാതിഥികളായി. NRLM ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ CP നവീൻ പദ്ധതി അവതരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ
ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ VK സുരേഷ് ബാബു, UP ശോഭ, ANV ശ്രീജിനി, അഡ്വക്കേറ്റ് ടി സർല, ജില്ലാ പഞ്ചായത്ത് അംഗം തോമസ് വക്കത്താനം, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ MV ജയൻ, കേരള എനർജി മാനേജ്മെന്റ് സെന്റർ രജിസ്ട്രേഷൻ BV സുഭാഷ് ബാബു, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ PP വിനീഷ്, CDS ചെയർപേഴ്സൺമാരായ V ജ്യോതിലക്ഷ്മി, CP പ്രീത, KV നിർമ്മല, KC രേണുക, മിനി ഷെർലി, MK ലത, KP സുനില, E വസന്ത, V സജ, ADM സിമാരായ PO ദീപ്, K വിജിത്, K രാഹുൽ, DMP മാരായ KN നായ്, ജിബിൻ സക്രിയ എന്നിവർ സംസാരിച്ചു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.